മലപ്പുറത്ത് പോക്സോ കേസിൽ മദ്രസ അധ്യാപകർ അറസ്റ്റിലായിരിക്കുന്നു. 14 ആൺകുട്ടികളെയാണ് പ്രതി പീഡിപ്പിച്ചതെന്ന് പോലീസ് അറിയിച്ചു. വളാഞ്ചേരിയിലെ മദ്രസ അധ്യാപകരായിരുന്ന AK മുഹമ്മദാണ് അറസ്റ്റിലായത്. പ്രതിക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 20ഓളം കേസുകൾ. സമീർ ബിൻ കരീം ചേരുന്നു. ഇയാൾ നാട് വിട്ടിരുന്നു എന്ന് തോന്നുന്നല്ലോ സമീറെ. പിന്നീട് ബീഹാറിലോ മറ്റോ പോയാണോ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്? ജോഷി, ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ബീഹാറിൽ വെച്ചാണ് ഇയാളെ വളാഞ്ചേരി പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ വളാഞ്ചേരിയിലെ ഒരു മദ്രസയിൽ മാത്രം 14ഓളം വരുന്ന ആൺകുട്ടികളെ ഇയാൾ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാൾ മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വരുന്ന ആൺകുട്ടികളെ ഇയാൾ ചൂഷണം ചെയ്തത് എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ആദ്യം 1-2 കുട്ടികളാണ് പരാതിയുമായി വന്നത്. പിന്നീട് കൂടുതൽ പേർ സമാന പരാതിയുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം മുറിക്കുകയും ബീഹാറിൽ വെച്ച് ഇയാളെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇയാൾക്കെതിരെ കാസർഗോഡ് ജില്ലയിലും തൃശൂർ ജില്ലയിലും അടക്കം വിവിധങ്ങളായിട്ടുള്ള സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 20ഓളം സമാനമായ പോക്സോ കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്. ഏതായാലും ശക്തമായ നടപടി ഇയാൾക്കെതിരെ സ്വീകരിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇതിപ്പം 1-2 ഈ മലബാർ ബേസ് ചെയ്തും മദ്രസ ബേസ് ചെയ്തും ഇപ്പൊ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കിയാൽ ട്രോള് തന്നെ ഒരു ലോഡാണ് വരുന്നത്. മദ്രസ എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലുള്ള ഹോമോസെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിലാണ് ന്യൂസ് വരുന്നത്. നമ്മളിപ്പോ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണോ കേൾക്കുന്നത് അതാണ് ആ സാധനം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ മദ്രസയെ കുറിച്ച് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ന്യൂസിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. മദ്രസ അധ്യാപകം പീഡിപ്പിച്ചു, ഉസ്താദ് പീഡിപ്പിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയൊക്കെ വാർത്ത വന്നിട്ടും എന്തുകൊണ്ട് ഇപ്പൊ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ഇത് വെക്കുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഈ മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും ഒരു മുസ്ലിമാണ്. മതവും വിശ്വാസവും കാര്യങ്ങളൊക്കെ നല്ല. പക്ഷേ ഈ ഓവറായിട്ട് മതം പറയുന്നവനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതെല്ലാം നല്ല ആൾക്കാരാണെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്, വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മതം പറയുന്നു അല്ലെങ്കിൽ ഖുർആനിലെ കുറെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് അയാൾക്ക് സെയിന്റ് ആകുന്നില്ല. ചിലപ്പോൾ ഇതുപോലുള്ള ചെകുത്താന്റെ സ്വഭാവം വെച്ചിട്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞു മക്കളേക്ക് ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് വിടുമ്പോൾ ശരിക്കും നിങ്ങളുടെ ആയിട്ടുള്ളൊരു മോണിറ്ററിംഗ് ഉണ്ടാവണം. എനിക്ക് പറയാനുള്ള ഇനി ഇതുപോലുള്ള മദ്രസ ബോർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദന്മാരെയൊക്കെ നിയമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഹോമോസെക്ഷൽ ആയിട്ടുള്ള പീഡോഫൈൽ ആയിട്ടുള്ള ആളുകളാണോ ഇവരെന്നൊരു സൈക്കോളജി ടെസ്റ്റ് നടത്തിയിട്ട് അപ്പോയിന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ മദ്രസ പീഡനങ്ങളുടെ വാർത്ത പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ 1-2 അല്ല, ഒരുപാടായി. ഇപ്പൊ എന്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് മതം പറയുന്നതിന് ഒരുപാട് ഇങ്ങനെ സ്പിരിറ്റ് കാണിക്കുന്നതിനൊന്നും ഞാൻ അത്ര അടുപ്പിക്കാറില്ല. ഇപ്പൊ ഞാൻ വിശ്വാസിയാണ്, കാര്യങ്ങളെല്ലാം എനിക്ക് ദൈവവിശ്വാസമുണ്ട്, ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് എല്ലാവർക്കും. പക്ഷേ ഇങ്ങനെ ഒരുപാട് മതം പറയുക, ഒരുപാട് ഇങ്ങനെ കാണിക്കുക, എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിക്കും. എന്തോ ഒരു സംതിങ് ഇല്ലേ, ഇച്ചിരി ഓവറായിട്ട് കാണിക്കുമ്പോൾ അങ്ങനെ ഡൗട്ട് അടിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ഡിസ്റ്റന്റ് ഇട്ടേ നിൽക്കാറുണ്ട്. പിന്നെ ഇവനെ പോലുള്ളവനൊക്കെ കൈ കിട്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിയമവും കാര്യങ്ങളൊക്കെ രണ്ടാമത്. ഇവനെ പോലുള്ളവനൊക്കെ ആദ്യം കൈ കിട്ടുവാണെങ്കിൽ 10 ദിവസം ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ട് നല്ല രീതി പെരുമാറും, എന്നിട്ടേ പോലീസിന് കൊടുക്കാറുള്ളൂ. അല്ല ഡയറക്റ്റ് ഇവനൊക്കെ നിയമത്തിന് വിട്ടുകൊടുത്താൽ ഇവനെ നേരെ ജയിലിൽ കൊണ്ടിട്ട് ചിക്കനും മട്ടനും ഇറച്ചിയും കൊടുത്ത് തീറ്റിപ്പോറ്റി ബോഡിയൊക്കെ നല്ല പവറാക്കി പിന്നെ വീണ്ടും ഒരു 50 മൈനറിനെ കൂടെ മിസ്യൂസ് ചെയ്യാനുള്ള രീതിയിലാക്കി പുറത്തേക്ക് വിടും. ഇങ്ങനെയുള്ള പീഡോഫൈൽസിനൊന്നും മാനസിക രോഗമാണ്, ഇതാണെന്ന് പറഞ്ഞ ഒരു എക്സ്ക്യൂസും കൊടുക്കേണ്ട കാര്യമില്ല. ഇവനെയൊക്കെ പുറം ലോകം കാണാതെ ഉള്ളിൽ തന്നെ ഇടുന്നതാണ് സമൂഹത്തിന് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മദ്രസ ബോർഡ് അല്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഈ ഉസ്താദുമാരെയൊക്കെ നിയമിക്കുമ്പോൾ കാലമൊക്കെ ഇത്രയും മാറി കുറച്ച് സൈക്കോളജി ടെസ്റ്റൊക്കെ നടത്തി പീഡോഫൈൽ അല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ടെസ്റ്റൊക്കെ നടത്തി സർട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം നിയമിക്കുക. ഒരേ ഏരിയയിൽ നിന്ന് ഒരേപോലുള്ള ന്യൂസുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ അത്ര റാൻഡം ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ മദ്രസ ബോർഡിന്റെ അവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. സോ അതിനാവശ്യമായിട്ടുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ എടുക്കുക. അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ഐ എം ആസിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.